ബ്ലെൻഡറിൽ നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് കുറവാണെങ്കിൽ റെൻഡർ ടൈം ഒരുപാട് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലെൻഡറിനകത്ത് കുറച്ച് സെറ്റിംഗ്സ് ടീക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ റെൻഡറിങ് ടൈം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന് ശ്രദ്ധിക്കേണ്ട സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ റെൻഡർ സെറ്റിംഗ്സിൽ ഡിവൈസ് നമ്മൾ GPU കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. CPU കാർഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് റെൻഡർ ആവുന്നത് GPUയിലാണ്, ഗ്രാഫിക്സ് കാർഡിലാണ്. അതിനുശേഷം ഈ ഒരു റെൻഡർ ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾസിൻ്റെ എണ്ണം ജസ്റ്റ് 128 കൊടുക്കുക. അപ്പോൾ നമുക്ക് സാമ്പിൾസ് കുറവായതുകൊണ്ട് തന്നെ നോയ്സ് ആഡാവും. സോ നോയ്സ് എനേബിൾ ചെയ്യുക. ആൻഡ് ഈ നോയ്സറായിട്ട് ഒപ്റ്റിക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലൈറ്റ് പാത്ത് എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അവിടെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ലിമിറ്റഡ് ഗ്ലോബൽ ഇലുമിനേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മാക്സ് ബൗൺസിനകത്തുള്ള വാല്യൂസ് നമുക്ക് ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഈ ഒരു സിംപ്ലിഫൈ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെഷ് റെൻഡർ ആവുന്ന സമയത്ത് അതിൻ്റെ സബ് ഡിവിഷൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ടെക്സ്ചർ ലിമിറ്റ് എന്നുള്ളത് റെൻഡറിൻ്റെ ഓപ്ഷനിൽ ഒരു 2K റെസൊല്യൂഷൻ വരുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. കൂടാതെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. അവിടെ മെമ്മറിക്കകത്ത് ഈ യൂസ് സ്റ്റൈലിംഗ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പെർസിസ്റ്റന്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷനും ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു റെൻഡറിങ് സ്പീഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.